ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 22-ാം വാക്യം. കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്. കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് പാപം കടന്നു വരുന്നത് നമ്മുടെ ഈ കണ്ണ് മൂലം, അല്ലേ? കാഴ്ച മൂലം. അതുകൊണ്ടാണ് ഈശോ നമ്മളോട് പറയുന്നത്, നിന്റെ കണ്ണിനെ നിയന്ത്രിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. നീ കാണുന്നത് നന്മയാണ് എങ്കിൽ നീ ചിന്തിക്കുന്നത് നന്മയായിരിക്കും. നീ കാണുന്നത് തിന്മയാണ് എങ്കിൽ നിനക്ക് ഒരിക്കലും നന്മ ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല. ചില തഴക്കദോഷങ്ങൾക്കും ദുശീലങ്ങൾക്കും നമ്മൾ അടിമപ്പെടുന്നത് എൻ്റെ കണ്ണു മൂലം ഞാൻ തിന്മ കാണുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിന്റെ കണ്ണിനെ നിയന്ത്രിക്കുക. കാരണം നമുക്കറിയാം, നമ്മൾ ഈ കാണുന്ന കാര്യങ്ങൾ എങ്ങോട്ടേക്കാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് പോവുക. ഹൃദയത്തിൽ പോകുമ്പോഴുള്ള പ്രശ്നം എന്നാ, നമ്മളെപ്പോഴും അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് നന്മ കാണാനായിട്ട് നമ്മൾ പറയുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണേണ്ടത് നന്മയാണ്. പലപ്പോഴും ഇന്നൊക്കെ നമ്മുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലേ? മൊബൈൽ ഫോണിലൂടെ ഞാൻ കാണുന്ന കാര്യങ്ങളൊക്കെ നന്മയാണോ തിന്മയാണോ എന്ന് ആത്മശോധന ചെയ്യേണ്ട ദിനമാണ്. ഇതാരും കാണത്തില്ല എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ട് പലപ്പോഴും പല തിന്മകൾക്ക് നമ്മൾ അടിമപ്പെട്ടു പോവുകയാണ്. സ്നേഹമുള്ളവരെ, കാഴ്ചയിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് അത്ര എളുപ്പമൊന്നും മാഞ്ഞു പോകത്തില്ല. നമ്മളെപ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കുന്നത് ഈ കാര്യങ്ങളാണ്. കാരണം എൻ്റെ ഹൃദയത്തിലുള്ളതിനെ കുറിച്ച് മാത്രമേ എനിക്ക് ചിന്തിക്കാനായിട്ട് പറ്റൂ. പക്ഷേ ഈ ഹൃദയത്തിലേക്ക് കൊടുക്കുന്നത് എന്താണ്? എൻ്റെ കണ്ണാണ്. അതുകൊണ്ടാണ് കാഴ്ച ശുദ്ധമാവണം എന്ന് ഈശോ പറയുന്നത്. നീ പ്രകാശമായിരിക്കണം. പ്രകാശമായ നന്മയെ കാണുവാനായിട്ട് നിനക്ക് സാധിക്കണം. നന്മയെ കണ്ടാൽ നിന്റെ ഉള്ളിലേക്ക് നന്മ ചൊല്ലും. നന്മകൾ ചെന്നു കഴിഞ്ഞാൽ നീ ചിന്തിക്കുന്നത് നന്മയായിരിക്കും, നീ പ്രവർത്തിക്കുന്നത് നന്മയായിരിക്കും. നീ ചിന്തിക്കുന്നത് തെറ്റാണെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചോണം, നിന്റെ കണ്ണിലൂടെ നീ കാണുന്നത് മോശമാണ് എന്ന്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ കണ്ണുകളെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഒരിക്കലും മോശമായത് കാണാനായിട്ട് ഇടയാവും. നന്മ കണ്ടേ. നമുക്കൊക്കെ കൺപോള തന്നിട്ടുണ്ടല്ലേ? എന്തിനാ തന്നേക്കുന്നത് എൻ്റെ ദൈവം? കണ്ണടയ്ക്കാനായിട്ട്. മോശമായത് കാണാതിരിക്കാനായിട്ട്, കണ്ണടയ്ക്കാനായിട്ട് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ സാഹചര്യം തന്നിട്ടുണ്ട്. പക്ഷെ നമ്മളാണ് തീരുമാനിക്കുന്നത് ഞാൻ കണ്ണടയ്ക്കണോ കണ്ണ് തുറന്ന് ഇവ കാണണോ എന്നുള്ളത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ, കണ്ണുമൂലം തെറ്റുകൾ ഒത്തിരിയേറെ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ നമുക്കതിനെ നിയന്ത്രിക്കാം. ഇനി ഒരിക്കലും മോശമായത് കാണാതിരിക്കാനായിട്ട് നന്മ കണ്ടുകൊണ്ട് ഹൃദയത്തിൽ നന്മ നിറയ്ക്കും ായിട്ട് നല്ല ചിന്തകളിലൂടെ കടന്നുപോയി നല്ല പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.